ഗർഭിണിയായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷമോ ഒക്കെ പൈൽസിന്റെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അത് സർജറി ചെയ്ത് കളയണോ അല്ലെങ്കിൽ ഇനി ആയുർവേദത്തിൽ അതിന് പരിഹാരമുണ്ടോ എന്ന് നിരവധി ആൾക്കാർ ചോദിക്കാറുണ്ട്. അതായത് ഇതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഗർഭാശയം വളരുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി ഒരു സമ്മർദ്ദം അനുഭവപ്പെടുന്നു. ചിലരിൽ അത് മലബന്ധമായിട്ട് വരികയും അവർക്ക് മലം പോകാൻ ബുദ്ധിമുട്ട്, സ്ട്രെയിൻ ചെയ്ത് ഒരുപാട് ടൈം അവർ ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യുകയും സ്ട്രെയിൻ ചെയ്യുകയും ചിലർക്ക് ബ്ലീഡിംഗ് പൈൽസ് ആയിട്ടും ചിലർക്ക് ബ്ലീഡിംഗ് ഇല്ലാത്ത സാഹചര്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. ഇത് നമുക്ക് ആയുർവേദ മെഡിസിനിലൂടെ തന്നെ നമുക്ക് സർജറി ഇല്ലാതെ ഇതിനെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ മെഡിസിൻ മാത്രം പോരാ, നമ്മളായി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ഫുഡ് തന്നെയാണ്. നമ്മൾ കഴിക്കുന്നത് ഒന്ന് ടൈംലി ഫുഡ് ആയിരിക്കണം കഴിക്കേണ്ടത്. രണ്ടാമത് നന്നായി വെള്ളം കുടിക്കുകയും അതോടൊപ്പം കഴിക്കുന്ന ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും, അതായത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് മലശോധന ഉണ്ടാവുകയുള്ളൂ. ബാത്റൂമിൽ പോയിരുന്ന് സ്ട്രെയിൻ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാനും കഴിയുള്ളൂ. അതോടൊപ്പം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് ഒത്തിരി സ്ട്രെയിൻ ചെയ്തുള്ള എക്സസൈസുകളൊന്നും നമുക്ക് ചെയ്യാൻ പറയാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു 30 to 40 മിനിറ്റ്സ് അവർ നന്നായിട്ട് ഡെയിലി നടക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചെറിയ മെഡിക്കേഷനിലൂടെ തന്നെ നമുക്ക് ഇതിനെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ.